ഇത് മറ്റൊരു റൗണ്ടാണ്. ഈ റൗണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി വ്യത്യസ്തമായ റൗണ്ടിലൂടെ നമ്മുടെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തായിരിക്കും ഈ വ്യത്യാസം എന്താണെന്ന് ശരിക്കും കണ്ട് ആസ്വദിക്കേണ്ടതാണ്. കാരണം സൗഹൃദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. സുഹൃത്തുക്കളില്ലാതെ നമ്മൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. നമ്മളുടെ എല്ലാവർക്കും എങ്ങനെ നോക്കിയാലും ആൺ പെൺ സൗഹൃദങ്ങൾ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ, ഒരു മത്സരത്തിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അവർ നമ്മളെ സഹായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ല. അപ്പോൾ ഒരു കൈ കൊടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവും? ആ മത്സരത്തിന് ഒരു ഫ്രണ്ടിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ മത്സരത്തിന് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന റൗണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടാണ്. കാണുക, ആസ്വദിക്കുക. കൗള സെലിബ്രിറ്റി കിച്ചൺ. അങ്ങനെ നമ്മൾ മറ്റൊരു റൗണ്ടിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റൗണ്ടിനെ കുറിച്ച് എന്തായിരിക്കും നെക്സ്റ്റ് റൗണ്ട് എന്നൊരു ചെറിയൊരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാത്തതായിരിക്കും. ഹലോ, മനസ്സിലായി? സോറി, അങ്ങനെ ഉദ്ദേശിച്ചല്ല. അതായത് അവരിപ്പോൾ ഒരുപാട് റൗണ്ട്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ പുഡിംഗ് റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് പുഡിംഗ് റൗണ്ടായിരുന്നു അല്ലേ അവസാനം. പുഡിംഗ് റൗണ്ടിന് മുന്നേ പിന്നെ എന്താണ് ഷോപ്പിംഗ് ആൻഡ് ബഡ്ജറ്റ് റൗണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഈ റൗണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഫ്രണ്ട്ഷിപ്പ് റൗണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരാൾക്ക് പോലെ 2 പേരാണ് മത്സരിക്കാൻ പോകുന്നത് അല്ലേ? ഒരു കൂട്ടുള്ളപ്പോൾ എപ്പോഴും നല്ലതല്ലേ? നമുക്കൊരു ആപത്ഘട്ടത്തിൽ ഒരു സുഹൃത്ത് വരുന്നത് കോൺഫിഡൻസ് ലെവലും കൂടും. ഇതിപ്പോൾ ഒരു ആപത്ഘട്ടമൊന്നും അല്ല, എന്നാൽ പോലും ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ എപ്പോഴും നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമുക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അത്തരം ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതെന്താണ് തയ്യാറാക്കേണ്ടത് അല്ലേ? ജാപ്പനീസ്. അയ്യോ, എപ്പോൾ പറഞ്ഞു ജാപ്പനീസ് ആണോ? ജാപ്പനീസ് ആയാലോ? ജാപ്പനീസ് റൗണ്ട്. അയ്യോ സോറി, ഞാൻ പറഞ്ഞേ ഇല്ല. തിരിച്ചെടുത്തിരിക്കുന്നു. എന്തായാലും വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെല്ലാം ഇഷ്ടപ്പെടുന്ന, നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ വിഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നത് ഒരു ഹോട്ടലിൽ ചെന്നാൽ ഓർഡർ ചെയ്യുന്ന തരം വിഭവങ്ങൾ ചൈനീസ് വിഭവങ്ങൾ. ചൈനീസ് കഴിക്കാൻ ഇഷ്ടം, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, രുചികരവുമാണ്. എളുപ്പമാണ്. ഫ്രൈഡ് റൈസ്, സൂപ്പ്, എന്തൊക്കെ, അതായത് ഒരു മെയിൻ ഒരു ഐറ്റം ആൻഡ് സൈഡ് ഡിഷ്. അപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അതിനോടൊപ്പം ഒരു എന്തെങ്കിലും ചിക്കനോ പിന്നെ ഫിഷോ, അതല്ലെങ്കിൽ വെജിറ്റേറിയൻ സ്റ്റൈലിലോ എന്തെങ്കിലും, അത് നിങ്ങളുടെയൊക്കെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മെയിൻ ഡിഷ് ഉണ്ടാവണം, ഒരു സൈഡ് ഡിഷ് ഉണ്ടാവും, അങ്ങനെ 2 വിഭവം. ഓക്കെ, 2 പേരല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, ഒരാൾ കൂടി സഹായില്ലേ. പിന്നെ സമയം, ടോട്ടൽ ടൈം, അതാണ് നമ്മളുടെ എപ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയയാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു ഏരിയയാണ് സമയത്തിനെ കുറിച്ച് പറയുന്നത്. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. ഓക്കെ, 1.5 hours. 2 ആൾക്കാരുണ്ട്, അതുകൊണ്ട് വളരെ ടൈമൊക്കെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുക. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ 2 ഐറ്റം തയ്യാറാക്കാൻ സാധിക്കും. കുക്കിംഗ് ടൈം മാത്രമാണ്, നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം ഇച്ചിരി കൂടെ ഒരു എക്സ്ട്രാ ടൈം തരും. എന്നാലും അത് എക്സീഡ് ചെയ്യരുത് ഒരുപാട്. 1.5 മണിക്കൂറാണ് കുക്കിംഗ് ടൈം, മാക്സിമം ടൈം. മാക്സിമം അല്ലാതെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും പിന്നെ എല്ലാം എടുത്ത് വയ്ക്കാൻ എല്ലാം കൂടി ഒരു 10-20 മിനിറ്റ് സമയം എടുത്തോളൂ. പക്ഷേ കുക്കിംഗ് ടൈം ഈസ് 1.5 hours. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ നോക്കും, അല്ലെങ്കിൽ മൈനസ് മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഇവിടെ റെഡിയാണ്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് റൗണ്ടാണ്. ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. ആരാണ് ഫ്രണ്ട്സ് അല്ലേ, അവർ വന്നിരിക്കുന്ന ആരുമായിട്ടാണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് സരികയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? സരിക എന്തായാലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെയാണല്ലോ കൊണ്ടുവരുന്നത് അല്ലേ? ഏത് രീതിയിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, പാചകമൊക്കെ നന്നായിട്ട് അറിയുന്ന, പ്രത്യേകിച്ച് ഇതൊരു പാചകത്തിന്റെ കോമ്പറ്റീഷനാണ്. പാചകം ശരിക്കും പറയണേ ചായ പോലും കാച്ചാൻ അറിയാതെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഈ ഫീൽഡിൽ വന്ന അന്ന് തൊട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കൃഷ്ണപ്രഭ. നല്ലൊരു കാര്യമാണ്.
പിന്നെ ഫീൽഡ് വന്നപ്പോൾ അത് ശരിക്കും ആരാണെന്ന് ഒന്നും കൂടി പറയാം. അതായത് എല്ലാവർക്കും അതാണ് കൃഷ്ണപ്രഭ എൻ്റെ മാത്രം ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സിനിമയിലും ഓക്കെ, എന്താ പറയുക, ഡാൻസ് പ്രോഗ്രാം ആയാലും പാട്ടിലായാലും ഏറ്റവും മികച്ച നിൽക്കണ ഒരു കലാകാരി കൂടിയാണ്. ഒരു all-rounder ആണ്. ഒരു ഓൾറൗണ്ടർ ആണ്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത മൂവി ഒരു ഇന്ത്യൻ പ്രണയകഥ, അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പൊ നമുക്ക് കൃഷ്ണപ്രഭ വിളിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ കൃഷ്ണപ്രഭ വരും. നമസ്കാരം. ഹലോ. അങ്ങനെ ഫ്രണ്ടിനെ സഹായിക്കാനായിട്ട് കൃഷ്ണപ്രഭ എത്തിയിരിക്കുവാണ്. ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. സരിക ഏകദേശം എനിക്കൊരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. 10 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ വിളിച്ചപ്പോൾ പാചകത്തെക്കാൾ കൂടുതൽ എനിക്ക് പാചകമാണ് കൂടുതൽ. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ രണ്ടാളും കൂടി പാചകത്തിലാണോ ഇനി? അതിലായിരിക്കും. പക്ഷെ ഇതൊരു പാചക മത്സരം ആയതുകൊണ്ട് എന്തായാലും കൃഷ്ണപ്രഭ കുറച്ച് തയ്യാറായിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നല്ലേ? കുറച്ചെങ്കിലും. സരിക കണ്ടറിയാം അല്ലേ? അത്ര പ്ലാന്റ് അല്ല. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തി, നന്നായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല ആലോചന വരും. ഇതൊരു ചൈനീസ് വിഭവങ്ങളുടെ റൗണ്ടാണ്. ഒരു മെയിൻ ഡിഷും പിന്നെ ഒരു സൈഡ് ഡിഷും അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണപ്രഭ ഏകദേശം ചൈനീസ് കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിൽ കൂടുതൽ ചോദിക്കേണ്ട സരികയെ കാട്ടി കൂടുതൽ കൃഷ്ണപ്രഭയോടെ ആയിരിക്കും അല്ലേ? എല്ലാം തയ്യാറായിട്ടാണോ? ട്രൈ ചെയ്യാം, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാം ഒരു ട്രയൽ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഒരു പെയറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെയും ഇത് കഴിഞ്ഞു, പാർട്ട്ണറിനെ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത നമ്മൾ സംഗീത വിളിക്കും. സംഗീത വരും. സംഗീത ഇന്ന് കുറച്ചുകൂടെ സന്തോഷത്തിലാണ്, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരിക്കാൻ തോന്നുന്നു. ഫ്രണ്ടിന് നന്നായി അറിയുന്നുണ്ടാവും പാചകം അല്ലേ? സ്റ്റൗ പോലും കത്തിക്കാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ കൂടെ വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്നത്, ഇപ്പം പാദസരം സീരിയലിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നിലാണ്. പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു താങ്കളെ പോലെ തന്നെ ഒരു സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു സെലിബ്രിറ്റി ഫ്രണ്ട്. പിന്നിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയലിലെ ഒരു നായക കഥാപാത്രമാണ് പാദസരത്തിലെ. സംഗീത അതിൽ ഉണ്ടല്ലോ അല്ലേ? പാദസരമായിട്ടാണ് അഭിനയിക്കുന്നത്, അവരതിലെ ഹീറോയാണ്. വെരി ഗുഡ്. അപ്പോൾ പിന്നിലെ നമുക്ക് വിളിക്കാം. അങ്ങനെ പിന്നിലാണ് സംഗീതയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് കാലം ആയുള്ളൂ, നമ്മൾ ഈ സീരിയലിലൂടെയാണ് ഫസ്റ്റ് പരിചയമായതെങ്കിലും കുറച്ച് കാലം ആയതെങ്കിലും ഭയങ്കര ക്ലോസ് ഓക്കെ റിലേഷനാണ്. ഓക്കെ, വെരി ക്ലോസ്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അല്ലേ? പക്ഷെ പാചകം ഗ്യാസ് കത്തിക്കാൻ പോലും അറിയില്ല. അല്ല, ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ പിന്നിലെ കൊണ്ടുവന്നത്. ഗ്യാസ് എല്ലാവരും പറഞ്ഞു ചക്കിക്കൊത്ത ശങ്കരനൊന്നും നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നൊരു പ്രതീക്ഷ പിന്നിൽ വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. വളരെ നല്ല കാര്യം. പിന്നെ തീ കത്തിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ എന്തായാലും അടുപ്പ് കത്തിക്കാൻ സാധിക്കും അല്ലേ? പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കിച്ചൺ മാജിക്കിൻ്റെ ഈ സെലിബ്രിറ്റി റൗണ്ടിൽ ഈ ഒരു ഇതിലെ ആദ്യം വരുന്ന ഒരു പുരുഷ കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയാം അല്ലേ? അവിടെ കൃഷ്ണയ്ക്ക് കൂടുതൽ സന്തോഷം. മറ്റെല്ലാ ലേഡീസ് ആണല്ലോ ഫുൾ കണ്ടസ്റ്റന്റ്. അവരെ കണ്ടു മടുത്തു എന്നാണ് കൃഷ്ണ. ഒരു സെയിം ഒരേ കാറ്റഗറി, അതായത് ആണുങ്ങളുടെ വീട്ടില് അത് അറിയാത്ത ആളാ ഓംലെറ്റ് ബുൾസൈ കൊണ്ടൊക്കെ എന്നാലും ചൈനീസ് ആണ് ഉണ്ടാക്കേണ്ടത്, അതറിയാലോ അല്ലേ? അത് ഒരു ഓംലെറ്റ് ഒക്കെ ഒരു ചൈനീസ് സ്റ്റൈലിലായിരിക്കും ചെയ്യാൻ പോടെ. വിശ്വാസത്തിൽ വന്നിരിക്കുന്നതൊക്കെ ധൈര്യത്തിലാണല്ലേ? എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യാൻ സംഗീത കൂടെ ഉള്ളതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ട്. സംഗീത നല്ലൊരു പാചകക്കാരിയാണ്. ടെൻഷനായിട്ട് വന്നപ്പോൾ എന്ത് ഇതായിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് കണ്ടസ്റ്റന്റ് നിഷ. നിഷയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുക. ഇനി അമേരിക്കയിൽ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് റെസിപ്പീസ് ഒക്കെ സഹായിക്കുന്ന ഒരു. പക്ഷെ അവരെ കൊണ്ടുവരാൻ പറ്റില്ല. ആണോ? ചിലപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നാലോ എന്നൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണെന്ന് ആലോചിച്ചൊന്നുമില്ല. തകർക്കാൻ ഇല്ല. അപ്പൊ നാട്ടിൽ നിന്നുള്ള ഏത് ഫ്രണ്ടിനാണ് താങ്കളുടെ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിൽ വന്ന് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ആണ് ബിൻഡ, അറിയാമോ? ബിൻഡ ഒരുപാട് സീരിയൽസിലൊക്കെ നായികയായിട്ട്. അതെ, ഒരുപാട് ഫിലിംസും സീരിയലും. അപ്പോൾ ബിൻഡയുടെ അമ്മയുടെ അന്നേ ഭയങ്കര കമ്പനിയാണ്.
അപ്പോൾ പിന്നീട് അമ്മയെ വിളിച്ചു. ബിന്ദയുടെ അമ്മ മോളി ചേച്ചി. മോളി ചേച്ചി വിളിച്ചോളൂ. അപ്പൊ ബിന്ദയുടെ മദർ മോളി ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ പരിചയമുണ്ട് കേട്ടോ. ബിന്ദ പിന്നെ അഭിനയിക്കുന്ന ഒരു പീരീഡിൽ അല്ലേ, കുറെ നാൾ മുമ്പാണ്. അതെ 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 അദ്ദേഹം അല്ല യു കെയിലാണ്. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു രണ്ടുപേരും എന്താണ്? ഞങ്ങൾ ബിന്ദയെ കൊണ്ട് അഭിനയിക്കാൻ വരുമ്പോൾ നിഷ ഫീൽഡിലുണ്ട്. അന്നേരം നിഷയുമായിട്ട് ഞങ്ങൾ തമ്മിലാണ് കൂടുതൽ അടുപ്പം. ബിന്ദയെക്കാട്ടിലും കൂടുതൽ അടുപ്പം ഞാനും നിഷയും കൂടെ. അതായത് എനിക്കൊരു അനിയത്തി പോലെ അന്ന് നിഷ എല്ലാത്തിനും ചേച്ചി എന്തുകൊണ്ട് ഇടയ്ക്ക് എല്ലാ കാര്യവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കൂ. പാചക സംബന്ധമായ സംശയങ്ങളൊക്കെയാണോ ചോദിച്ചുകൊണ്ടിരുന്നത്? പാചകം ഇടയ്ക്കൊക്കെ അപ്പൊ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണെന്നുള്ള ഒരു സൂചന അത് കണ്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ഞങ്ങൾ ടപ്പർ വെയർ കമ്പനിയാണ് അല്ലേ? അല്ല എനിവേ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടെയൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലേ? ആക്ടിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മോർ ടൈം അല്ലേ വീട്ടിലെ ഫീൽഡിൽ നിന്ന് പോയിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ വിട്ടിട്ടില്ല. അപ്പൊ ഇന്ന് നിഷയ്ക്ക് കുറച്ച് ധൈര്യമായിട്ടിരിക്കാം. ചൈനീസ് റൗണ്ടിൽ സഹായിക്കാൻ നല്ല ശക്തയായ ഒരു കൂട്ടുകാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ട്രിവാൻഡ്രം തന്നെയാണല്ലോ. അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൃഷ്ണ, നമുക്ക് അടുത്ത ആളിനെ വിളിക്കാം. അനില. അനില വരും. അനിലയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നത്തെ ഈ റൗണ്ടിൽ ആരെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? എല്ലാവർക്കും ഒരു പക്ഷേ ഞാൻ പേര് പറഞ്ഞതിനേക്കാളും കൂടുതൽ ആ ആളെ ശബ്ദം കണ്ടാൽ കൂടുതൽ ശബ്ദം. ഒരുപാട് നായികമാർക്ക് ഇവിടെയും പലർക്കും വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡബിങ് ആർട്ടിസ്റ്റ് മാത്രമല്ല ആർട്ടിസ്റ്റും കൂടിയാണ്. എന്നുവെച്ചാൽ ശബ്ദവും മുഖവും ഒക്കെ ഒരുപോലെ പരിചയമുള്ള ദിവ്യ എന്നാണ് ആർട്ടിസ്റ്റിന്റെ പേര്. വിദ്യ. ദിവ്യ. ദിവ്യ. ദിവ്യ കൊല്ലംകാരിയാണ്. പിന്നെ എന്തായാലും എൻ്റെ അടുത്ത ജില്ലയിലേക്കാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ണൂരിക്കാണ്. അപ്പം എന്തായാലും ഇന്ന് എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദിവ്യ ആയിരുന്നു. അപ്പൊ ദിവ്യ വിളിച്ചാലോ? ഓക്കെ, ദിവ്യ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ. ഓക്കെ ദിവ്യ. ദിവ്യ പരിചിതമായ മുഖം തന്നെയാണ്. ഇപ്പൊ ഏത് സീരിയലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മയില്. പിന്നെ ഒരുപാട് സൗണ്ട് അമ്മ സീരിയലിൽ അഭിനയിക്കുന്നു. ബാക്കി 7 സീരിയലോളം ഡബ് ചെയ്യുന്നുണ്ട് അല്ലേ? ശബ്ദം കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് പ്ലസ് നല്ലൊരു ആക്ട്രസ്. ഇതിനെല്ലാം ഉപരിയായിട്ട് അനിലയുടെ ഫ്രണ്ടായിട്ട് ഇവിടെ ഒരു നല്ലൊരു പാചക അല്ലേ എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കണക്കാക്കുന്നു. കാര്യം സഹായിക്കാൻ വന്ന ആള് എന്താ പറയുക, എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ആകെ പുട്ട് മാത്രമേ ഉണ്ടാക്കാറിയുള്ളൂ. അതൊക്കെ ചുമ്മാ ഒരു ഭംഗി വാക്ക് പറയുന്നതല്ലേ. നമ്പർ എന്തായാലും നല്ല കുക്കാണ്, വലിയ നല്ലൊരു ഹെൽപ്പറാണ്. മതിയല്ലോ എന്തിനാ അധികം. അപ്പോൾ സമയം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടുപേരും കൂടെ മാക്സിമം ചെയ്യാം. ഓക്കെ ഫൈൻ. ഓക്കെ താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. കൃഷ്ണ, നമുക്ക് നെക്സ്റ്റ് പേഴ്സൺ. ഓക്കെ അഞ്ജു. അഞ്ജു നല്ല ചിരിയായിട്ട് വന്നിരിക്കുകയാണ്. അഞ്ജുവിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ടുവരാൻ സാധിച്ചൊരു സന്തോഷം കാണുന്നുണ്ട് മുഖത്ത്. ഒരു എക്സ്പേർട്ട് കുക്കും കൂടിയാണോ ആ ഫ്രണ്ട്? നമുക്ക് ആ ഫ്രണ്ടിനോട് തന്നെ ചോദിക്കാം. ആരാണ് ആ ഫ്രണ്ട്? ഒരു സെലിബ്രിറ്റി ആണോ? സെലിബ്രിറ്റി അല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. വർഷം ഞാൻ പറയുന്നില്ല, LKG തുടങ്ങി ഈ ദിവസം വരെ ഞങ്ങൾ വർഷം ഞാൻ പറയണ്ട. ഓക്കെ അതെ അതെ. വിൽമ എന്നാണ് പേര്. വിൽമ. അപ്പൊ വിൽമയെ വിളിച്ചാലോ? സ്നേഹം നോക്കൂ. പേടിച്ച് നിൽക്കുക. ഇത്രയും സെലിബ്രിറ്റീസിന്റെ ഇടയിൽ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ഇപ്പൊ വയനാട്. അതായത് ഇപ്പോൾ എന്തായാലും സെലിബ്രിറ്റീസിൻ്റെ ഇടയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല. നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ അല്ലേ? പാചകം എന്നുള്ളതല്ല, എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, അതെന്തിനായാലും ഞാൻ എത്തി, ഇനി ഞങ്ങൾ നോക്കും. അതാണ് ബെസ്റ്റ് ഡയലോഗാണ്. എന്തിനാണെങ്കിലും റെഡിയാണ്. ആ സുഹൃത്തിന്റെ ഏതൊരു ആവശ്യത്തിനും അല്ലേ? അതാണ് ഏത് ഏത് സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, എന്തായാലും ശരി, തീർച്ചയായും. ഫോൺ എടുത്ത് ആദ്യം വിളിക്കുന്ന ആള് പിന്നെ തീർച്ചയായിട്ടും ഫിൽമ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും അത് നല്ലൊരു സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. കാര്യം ഇത്രയും നല്ല ഒരു വളരെ അപൂർവമാണ് നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടാന്ന് വെച്ചാൽ.
ബന്ധത്തിനെക്കാട്ടിലും ഒരു രക്തബന്ധത്തിനെക്കാട്ടിലും ചിലപ്പോൾ ഒരു പക്ഷേ സത്യം പത്ത് 25 ഫ്രണ്ട്സിനെ കണ്ട് നല്ല 2-3 നല്ല സ്ട്രോങ് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി. വിൽമയുടെ എല്ലാ സപ്പോർട്ടും ഇവാഞ്ചുവിനുണ്ടാവും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ 5 പേരുടെ അല്ലേ 5 കണ്ടസ്റ്റൻസ് അല്ലെ 5 പേരും അവരുടെ ഫ്രണ്ട്സിനെ നമ്മളെ പരിചയപ്പെടുത്തി പ്രേക്ഷകരെയും പരിചയപ്പെടുത്തി. ഇനി 5 പേര്. ഇനി അടുത്ത നമുക്ക് ശാലിനി. ശാലിനി അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലേക്ക് ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ LKG തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ്. രണ്ടാമത്തെ LKG സെലിബ്രിറ്റീസ് അല്ലേ? അല്ല ഇല്ല, ഇപ്പോൾ ഒരാൾ അല്ലേ 5 മാത്രമേ ഉള്ളൂ LKG തൊട്ടുള്ള ഫ്രണ്ടിനെ കൊണ്ടുവന്നത്. LKG ഞങ്ങൾ ശരിക്കും 3 പേരാണ്. പ്രീതം എന്ന് പറയുന്ന ആളുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് സിനി ഒരാളും കൂടിയുണ്ട്. ആള് ബാംഗ്ലൂർ വർക്ക് ചെയ്യണു. ഒരാൾ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ സിനി ആയിട്ടാണ് ഇന്നലെ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകൂടി കുക്ക് ചെയ്യാൻ പോകുന്നത്. സിനിയെ വിളിച്ചാലോ? ഹായ് സിനി. ഓക്കെ, ശാലിനിയുടെ കൂട്ടുകാരി സിനി. എറണാകുളമാണോ? അല്ല, പാലക്കാടാണ്. ഞാൻ നൈറ്റ് പാലക്കാട് എറണാകുളം സെറ്റിൽഡ് ആണ്. അങ്ങനെ. ഓക്കെ. അവിടുത്തെ സ്കൂളിൽ മാരീഡാണോ? മാരീഡാണ്. ഓക്കെ. ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ സിനിക്ക് എന്ത് തോന്നി പിന്നെ ശാലിനി ഇങ്ങനെ ഒരു റൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ? ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടാണ്, വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സിനിക്ക് എന്താ തോന്നിയത്? ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ്. സിൻസ് LKG തൊട്ടുള്ള ഞങ്ങളൊരു 3 ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരാൾക്ക് വരാൻ പറ്റില്ല, ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ. അപ്പം ഷാലിനെ വിളിച്ചപ്പം വേറെ ഒന്നും നോക്കിയില്ല, അവൈലബിലിറ്റി ഉണ്ട്. മോറൽ സപ്പോർട്ട് എന്തായാലും കുക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാതല്ലേ? അത്യാവശ്യം കുക്ക് ചെയ്യില്ലേ? ഒരു ഹൗസ് വൈഫ് ആയ സ്ഥിതിക്ക് എന്തായാലും ചൈനീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇല്ല. നാടനാണോ താങ്കളുടെ കൂടുതൽ? അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും 2 ആളും കൂടി മാരേജ് കഴിഞ്ഞു. ആണോ? എന്തായാലും 2 പേരും കൂടി ചേർന്നിട്ട് ഇന്നൊന്ന് ട്രൈ ചെയ്യുക ചൈനീസ് സ്റ്റൈൽ. ഓക്കെ. നിങ്ങളുടെ വളരെ സന്തോഷമുള്ള മുഖം കണ്ടുകൊണ്ട് അങ്ങനെ നമുക്കൊരു സന്തോഷം. നിങ്ങൾ പോസിറ്റീവ് നോട്ടിൽ തന്നെ തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കൃഷ്ണ. ഇനി നമ്മൾ 4 കണ്ടസ്റ്റൻസിൻ്റെ കാര്യം കൂടി കാണാനുണ്ട്. ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ടായിട്ട് വന്നിരിക്കുന്നത് പ്രേക്ഷകരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിംപിൾ വളരെ ഹാപ്പിയാണ്. എന്താ ഡിംപിൾ പറയൂ, ഇന്ന് ആരെയാണ് ഫ്രണ്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു എന്താ പറയാ, ഇതുവരെ വന്നവരിലേക്ക് എല്ലാവരിലും കൊച്ചുകുട്ടിയാണ് വരാൻ പോകുന്നത്. കൊച്ചുകുട്ടിയാണ്. ഡിംപിൾ തന്നെ ഒരു കൊച്ചുകുട്ടിയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അല്ലെ ഏറ്റവും യങ്ങസ്റ്റ് എന്ന് ഏകദേശം എന്ന് പറയാം അല്ലേ? അതെ അതെ. എന്നേക്കാളും ഒരുപാട് യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇനി വരാൻ പോകുന്ന ആള്. ചന്ദ്ര എന്നാണ് പേര്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചാരുവിന്റെ ചാരുതയുടെ സിസ്റ്റർ ചന്ദന ആണ് ഡിംപിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ചന്ദനെ വിളിക്കാം. ഓക്കെ. കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഡിംപിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ചാരുത ആയിരുന്നു അല്ലേ? അതെ അതെ. ഇപ്പൊ ഒരാളെ കൂടെ ആയി. അതെ, ചന്തു. ഞങ്ങൾ ശരിക്കും ഫാമിലി ഫ്രണ്ട്സ് ആണ് തോന്നുന്നു. അതെ, ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഇവിടെ താരോത്സവം ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ക്ലോസ് ആണ്. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ ചാരുവിനേക്കാൾ കൂട്ട് ഞാൻ ചന്തു ആയിട്ടാ. ചന്തുവിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം? ചന്തുവിന് എന്തായാലും ചേച്ചിയുടെ പരീക്ഷണങ്ങൾ കഴിച്ചിട്ട് നല്ല ശീലമുണ്ട്. പ്രിപ്പയർ ചെയ്തിട്ട് ശീലമുണ്ടോ? പ്രിപ്പയർ ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്, സഹായിക്കാറുണ്ട്. അരിഞ്ഞൊക്കെ കൊടുക്കും. മതിയല്ലോ, അതിൽ കൂടുതൽ എന്തിനാ? ഡിംപിൾ തന്നെ നല്ലൊരു പാചകക്കാരി. അയ്യോ, അങ്ങനെയല്ല. ഭയങ്കര എന്തിനും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്, ഭയങ്കര സ്പോർട്ടീവ് ആയിട്ട് കൂടെ നിന്നോളൂ. വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഡിംപിളിന് നല്ലൊരു പാർട്ട്ണർ ആവട്ടെ. ചന്ദന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൃഷ്ണ, ഇനി 3 ആൾക്കാരുണ്ട്. ചാരുതയെ വിളിക്കാം അല്ലേ? ചാരു പ്ലീസ്. ചാരുതയുടെ അനിയത്തി ചന്ദന ഡിംപിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ചാരുതയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഡിംപിളിന് ഒരു സിസ്റ്ററിന്റെ കുറവുണ്ട്. അതുകൊണ്ട് ഡിംപിള് എൻ്റെ സിസ്റ്ററിനെ കുറച്ച് നേരത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന് പകരം എനിക്കൊരു ബ്രദറിന്റെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിംപിളിന്റെ ബ്രദറിനെയാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. അതെ അതെ അതെ. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഒരു സിസ്റ്ററിനെ അങ്ങോട്ട് കൊടുത്തു, ബ്രദറിനെ ഇങ്ങോട്ട് എടുത്ത് അല്ലേ? ഗുഡ്. അപ്പൊ ബ്രദറിനെ വിളിക്കാം അല്ലേ? ഡിംപിളിന്റെ ബ്രദറാണ് ടോണി എന്നാണ് പേര്. ടോണി. ഗ്രാഫിക് ഡിസൈനർ ആണ്. ഇപ്പൊ വളർന്നു വരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് വിളിക്കാം അല്ലേ? ഡോണിനെ വിളിക്കാം. അങ്ങനെ ഡോൺ എത്തിയിരിക്കുവാണ്. ഡിംപിളുടെ ബ്രദർ. ഡിംപിളുടെ ചായ ഉണ്ട് കേട്ടോ, ശരിക്കും അങ്ങനെ പറയുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചാരുതയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാം. ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണം കഴിച്ചിട്ട്. ഡോൺ ഗ്രാഫിക് ഡിസൈനർ അല്ലേ? അത് ഡിസൈനറാണ്. ഇപ്പോൾ ബിസിനസ്സാണ്. നാട്ടിലും യുഎയിലും ബിസിനസ്സാണ്. UAE ആൻഡ് നാട് പറഞ്ഞ തൃശ്ശൂർ. തൃശ്ശൂർ. ഓക്കെ, ഗ്രാഫിക് ഡിസൈനർ. അതെ അതെ. ഈ മേഖലയായിട്ട് ഒരു ബന്ധമില്ല അല്ലേ ഇപ്പോൾ? ഇല്ല, ഇതിലെ ഒരു 10 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ അത് ബാക്കപ്പ് ചെയ്തു, അഭിനയിച്ചു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല, ബാക്കപ്പ് ചെയ്തു. ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ചാരുതയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടിന് വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് കഴിച്ചാണോ സഹായിക്കാൻ പോകുന്നത്? അല്ല, രണ്ടുകൊണ്ട് കണ്ടുകൊണ്ടാണോ അതോ സഹായിച്ചിട്ടാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് എന്തായാലും കട്ടിങ് ഒക്കെ ധാരാളം ഉണ്ട്. ചൈനീസ് വിഭവം എന്ന് പറയുമ്പോൾ കട്ടിങ്ങിന് കുറേ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരാളുള്ളത് വളരെ സന്തോഷമായിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി 2 ആൾ ബാക്കിയുണ്ട്. വീണ നായർ വരും. വീണ നായർ അല്ലാതെ തന്നെ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വീണയ്ക്ക് ഇന്നൊരു പാർട്ട്ണറും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ചിരി വന്നിട്ട് വയ്യ. എന്താ കാര്യം? ഫ്രണ്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആരെയാണ്? ഞാൻ പറയുമ്പോൾ കുറച്ച് പറയാനുണ്ട്, അത് ഞാൻ പറയാം. എനിക്ക് 8th മുതൽ നന്നായിട്ട് അറിയാവുന്ന, 8ാം ക്ലാസ് മുതൽ നന്നായിട്ട് അറിയാവുന്ന ഒരാള്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം അല്ലേ? അത് പറഞ്ഞു വരെയാണ്, ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ കൂടാതെ നമ്മുടെ കൈരളിയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. കൈരളിയിലെ സ്റ്റാർ ഹണ്ടിലെ വിന്നറായിരുന്നു. പ്രൊഫഷണൽ സിംഗറാണ്. ഇപ്പോൾ ഡി ഹബ് എന്ന് പറഞ്ഞ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ MD ആണ്. അതുകൂടാതെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമാണ്. അയ്യോ, വെരി ഗുഡ്. സ്വാതി സുരേഷ് ഹൈമി. ഓക്കെ, ഏട്ടനാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഫ്രണ്ട് കം കുട്ടിയാണ് അല്ലേ? അതെ, ഫിയാൻസി. ഓക്കെ, കല്യാണം കഴിക്കാൻ പോണ ആള്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, പ്രേക്ഷകർക്കും കാണാൻ പറ്റും. ഇപ്പോൾ വീണയുടെ ഫ്രണ്ടായിട്ട് വരുന്ന കല്യാണം കഴിക്കാൻ സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന ഫസ്റ്റ് പെർഫോമൻസ്, ഒന്നിച്ച് വരുന്ന. അതെ അതെ, സ്ക്രീനിൽ ആദ്യമായിട്ടാണ്. സ്റ്റേജിലും അല്ലാതെ മാഗസിൻസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച്. അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്ന ഇന്നത്തെ ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതായത് 2 ആളും കൂടി ചേർന്ന് പാചകം ചെയ്യുന്ന, ജീവിതത്തിലും കല്യാണം കഴിച്ചിട്ടും 2 ആളും കൂടി ചേർന്ന് തന്നെ പാചകമൊക്കെ ചെയ്തല്ലേ സുഖമായിട്ട് ജീവിക്കാം. താങ്ക് യു. ഓക്കെ, എന്തായാലും വിളിക്കാം. വളരെ വ്യത്യസ്തമായ സംഭവമാണ്. കാര്യം ഭാവി വരൻ അല്ലേ ഫ്രണ്ടായിട്ട് വന്നിരിക്കുകയാണ്. വീണ എന്തായാലും ഭാഗ്യം തന്നെയാണ്. വീണയ്ക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ അല്ലേ? കിളി പോയി നിൽക്കുവാണോ? അല്ല, ആദ്യം കിളി പോകേണ്ടത് എൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് പാചകമാണ്. പാചകത്തെ പറ്റി ചോദിച്ചാൽ നന്നായിട്ട് ഞാൻ പപ്പടം പറക്കും. അതാണ് എൻ്റെ. പിന്നെ ബാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. വീണ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. കഴിക്കാനും കഴിപ്പിക്കാനും വീണയും പിടിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരനെ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ലേ? നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കിംഗ് റൗണ്ടിൽ ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? പാട്ട് പാടിയായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. തീർച്ചയായും കൈരളി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം എൻ്റെ ശരിക്കും കരിയറിലെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് കൈരളിയാണ്. അവിടേക്ക് തിരിച്ചു വന്നതിലും വലിയ സന്തോഷം. എനിക്ക് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 5ന് ഒറ്റയ്ക്കായോ? എല്ലാവരും പോയി അല്ലേ? സാരമില്ല, വന്നോളൂ. ഞങ്ങളുണ്ടല്ലോ അറിയാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ 5ന് ആരെയാണ് ഫ്രണ്ടായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ റൗണ്ട്? ഞാൻ ദിലീപേട്ടൻ, അതായത് മുൻഷി ഒരു 3000 എപ്പിസോഡോളം വർക്ക് ചെയ്ത ആർട്ടിസ്റ്റാണ്. ഞങ്ങളൊന്നിച്ചൊരു സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽഡിൽ പൊതുവേ ഫ്രണ്ട്സ് കുറവാണ്, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവർ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് ഞാനിങ്ങനെ ഇതൊന്ന് ആലോചിച്ച് അങ്ങനെ ദിലീപേട്ടനെ വിളിച്ച്, ദിലീപേട്ട ഇങ്ങനെ വരുമോ, ഫ്രണ്ട് റൗണ്ട് ഉണ്ട് വരും. അതിനെന്താ വരാ. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നല്ലൊരു കുക്കാണ്. അതൊരു വലിയ ഭാഗ്യമായില്ലേ? ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തായാലും ദിലീപിനെ വിളിക്കാം. ഓക്കെ, ഇണങ്ങി നിൽക്കല്ലേ. അയ്യോ, ഹലോ ദിലീപിനെ പരിചയമുണ്ട് നമുക്ക്. കാര്യം ഓണത്തിന് സ്പെഷ്യൽ എപ്പിസോഡിൽ ദിലീപ് ഒരു പ്രധാനമായിട്ട് ഒരു നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഈന്തപ്പഴം പായസം
അപ്പോൾ എനിക്ക് ഈ റൗണ്ടിൽ അഞ്ജനയ്ക്ക് റെസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു. കാര്യം ദിലീപ് നല്ല കുക്കാണ്. അതുകൊണ്ട് ഞാൻ അഞ്ജനയുടെ ഫ്രണ്ട് ദിലീപാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ജനയുടെ ഭാഗ്യം. അഞ്ജന എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ വിചാരിച്ചു വല്ല പൈസയുടെ അത്യാവശ്യം. ആദ്യം പിന്നെ ഒന്ന് മടിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ചൈനീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല മീശ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു വേഷം ചെയ്യാനാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് കുക്കിംഗ് ആണെന്ന് പറഞ്ഞത്. എനിക്ക് ഒരു റൈസുള്ള ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി വരാൻ തോന്നി. എനിക്കാണ് ദിലീപേട്ടൻ പറഞ്ഞ ഈന്തപ്പഴം പായസം ഫസ്റ്റ് കിട്ടിയ ടീമായിരുന്നു. അപ്പൊ എനിക്ക് റെസ്റ്റ് തന്നെ റെസ്റ്റാണ്. പറയാൻ പറ്റില്ല. അഞ്ജന അല്ലാണ്ട് തന്നെ നല്ല പാചകക്കാരിയാണ് അഞ്ജന. വലിയ കുഴപ്പമില്ല. ദിലീപിന് ഭാഗ്യമാണ്. വലിയ സപ്പോർട്ട്. നന്നായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യും. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട് ആക്കണോ ഇനിമി ആക്കണോ എന്ന് തീരുമാനം. നിങ്ങൾ എന്തായാലും ഇതൊരു നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. അതിനുള്ള എല്ലാവിധ ആശംസകളും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കണ്ടല്ലോ. ഇന്ന് എന്തായാലും ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. എന്താ ദിലീപേട്ട? അല്ല, ഇടയ്ക്ക് വല്ല ദിലീപേട്ട കുക്ക് ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അരിഞ്ഞൊക്കെ കൊടുത്ത് ഇങ്ങനെ നോക്കി കത്തിയൊക്കെ വെച്ചോണ്ട് വെക്കും. അല്ലേ? കുഴപ്പമില്ലല്ലോ. അത്യാവശ്യമൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി ദിലീപേട്ടൻ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തിലാണ്. അല്ല, പാചകം പഠിക്കുന്ന എങ്ങനെയാണെന്ന് എൻ്റെ തന്നെ പഠിച്ചോ. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മഷ്റൂം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മഷ്റൂം, പിന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, പിന്നെ സെലറി, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ റൈസ്. അതിന് വേണ്ട റൈസ്, അതായത് നല്ല നീളത്തിലുള്ള റൈസ് വേണം അല്ലേ? അതല്ലേ കുറച്ച്. ആ, പിന്നെ ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, പിന്നെ അപ്പോൾ ബോൺലെസ് അല്ലേ? ബോൺലെസ് ചിക്കൻ വേണം. പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ക്യാപ്സിക്കം അലങ്കരിക്കാനായിട്ട് ക്യാപ്സിക്കം. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള അരി ആദ്യം വേവിക്കാം. അതിനുവേണ്ടി ഞാൻ ദേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിടാവേ. നോക്കിയേ ദിലീപേട്ടൻ, ഗുരുവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമല്ലോ. മതിയോ? ഒന്നര ഇത്രയും പോരെ? ചെറുനാരങ്ങ നീര് പിഴിയുന്ന അരി പൊട്ടിപ്പിടിക്കാതിരിക്കാൻ പറ്റണം. അതെല്ലാം നീറ്റായിട്ട് വരും. കുറച്ച് മതിയേ, അല്ലെങ്കിൽ പുളി കൂടും. പിന്നെ കുറച്ച് എണ്ണ, ഓയിലും കൂടെ. നോക്കിയേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാവേ. അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി കഴുകി വെച്ചിട്ടുണ്ട്. അതായത് ഈ കപ്പിൽ 1.5 കപ്പ്, 1.5 അല്ല 2.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ 2.5 കപ്പ്, അതായത് വലിയ കപ്പിലാണെങ്കിൽ 1.5 കപ്പ് മതിയാവും. കഴുകിയ അരി ഇട്ടോ കേട്ടോ, ഐശ്വര്യമായിട്ട് പൊങ്കാലക്കൊക്കെ ഇടുന്ന പോലെ. പൊങ്കാലയെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഫ്രൈഡ് റൈസ് ആയിട്ട് മാറണം. ഫ്രൈഡ് റൈസായി മാറുന്നതല്ല വിഷയം. ഇത് ഈ ഫ്രൈഡ് റൈസ് തീരുമാനിക്കും നമ്മൾ തമ്മിലുള്ള കമ്പനി. ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോണോ പിരിയണോ? വേണ്ട, ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് വരാം. അല്ല, കഴുതക്കാലും അങ്ങനെ ഞാൻ പറയില്ല. കാരണം നമുക്ക് ഇവിടെ എല്ലാവരും ഫീമെയിൽ ആർട്ടിസ്റ്റുകളെയും ഫ്രണ്ട്സിനെയൊക്കെ എല്ലാം കൊണ്ടുവന്നാൽ ഞാൻ ഏതെങ്കിലും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് കാര്യം എനിക്ക് മനസ്സിലായി. അതെനിക്കറിയാം. പരസ്യമായിട്ട് പറയില്ല, എന്നെ നാണം കിടത്തല്ലേ. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ലേശം തീ കുറച്ച് വെച്ചാൽ ഉപകാരം. റെഡി ആയിക്കോളും. ഓക്കെ, ഓക്കെ, റൈറ്റ്. അപ്പം ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ അരിയാം. അതിപ്പോൾ ആയിക്കോളും കേട്ടോ. അരിയുടെ കാര്യം മറക്കരുത്, അധികം വേവാൻ പാടില്ല. ഉപ്പിട്ടായിരുന്നല്ലോ.
ഇഷ്ടപ്പെട്ടു? ആയില്ല പുരുഷ കേസരി വന്നുള്ള ആയിട്ടില്ല അത് നമുക്ക് സ്റ്റോക്ക് ലേശം കുറച്ച് ഉപ്പ് ഇതിൽ കുറച്ച് ചിക്കൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് മതിയില്ലേ? മതി കുറച്ച് മതി. കുരുമുളക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുവാണേ. എത്ര മതിയോ? കുറച്ച് മതി. മതിയല്ലേ? ഒരു 2-3 വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് കത്തി വെച്ചിങ്ങനെ അമുക്കിയാൽ മതി കേട്ടോ. ഇതും കൂടി ഇടാം. വേറെ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതെ, വേറെ വല്ല കോടാലിയോ ചുറ്റിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ കത്തി വെച്ചൊന്ന് പ്രസ് ചെയ്യാം. എൻ്റെ ഇതിങ്ങനെ അടച്ചു വയ്ക്കാം. അതവിടെ ഇരുന്നാവട്ടെ. അത് സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ്. അരി നോക്കണം. അരിയാണ് മസ്റ്റ്. അരിയാണ് നമ്മുടെ മെയിൻ ആള്. ഇത് ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്യണം. ഒരു വിസിൽ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ വിസിൽ കളഞ്ഞ് മാറ്റി വെച്ചതാണ്. ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പും കുരുമുളകും ഒന്നും ഇട്ടിട്ടില്ല. അതായത് നമ്മൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്യല്ല അല്ലേ? ഫ്രൈ ചെയ്യല്ല, നമ്മൾ സാധാരണ എങ്ങനെയുള്ള ഉണ്ടാക്കാം. സാധാരണ ഇതിപ്പോൾ നേരിട്ട് അപ്ലൈ ചെയ്യാണ്. മറ്റേ നമ്മൾ പൊരിച്ചെടുക്കും. പിന്നെ കോൺഫ്ലവറും മൈദയും ഡൈലൂട്ട് ചെയ്തിട്ട് അത് പിന്നെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരിട്ട് ചിക്കൻ അപ്ലൈ ചെയ്യണം ഇതിനകത്തേക്ക്. യെസ്, അതെ, ശ്രദ്ധിക്കാൻ സമയമില്ല, ഞങ്ങളിവിടെ ഭയങ്കര തിരക്കില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ല. അനിയനെ ശ്രദ്ധിച്ചോ? ഈ ഗാന്ധിജി പറഞ്ഞ ഡു ഓർ ഡൈ, പണിയെടുക്കുക അല്ലെങ്കിൽ മരിക്കൂ അല്ലേ? ഞാനെങ്ങനെ പണിയെടുക്കുക അല്ലേ മരിക്കുക? വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്, നമുക്കിത് തന്നെ ഊറ്റാം. സോറി നമ്മൾ ഊറ്റിയെടുക്കുക. അത് ഒരുപാട് വേവാവരുത്, വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ചരിച്ചു തരാം. അല്ല, ഞാൻ ഇതിങ്ങനെ അതിനകത്ത് വെള്ളം ഒഴിച്ചു. വേറെ വെള്ളം ഒഴിക്കാം. അതിൻ്റെ പശ പോകാൻ വേണ്ടിയിട്ട് ഒരു പശ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ എന്നിട്ട് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കും. അപ്പം അതിൻ്റെ ആ പശ അങ്ങ് പോകും. അത് പശയുള്ള അരിയാണെങ്കിൽ മാത്രം നോക്കിയാൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. മതി. ഓൾറെഡി പശ പോയി കഴിഞ്ഞു, നമ്മൾ മുക്കി എടുക്കുന്നുണ്ട്. അതൊരു സേഫ്റ്റിക്ക് അത്ര കുഴഞ്ഞു പോകാതിരിക്കാൻ. വീട്ടിലാണ് ഞാൻ കൈവച്ച് തോണ്ടും. അങ്ങനെ ഇഷ്ടമല്ലേ? 4 ആള് കാണുന്നല്ലേ, മോശമല്ലേ? മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് കഴിക്കാനുള്ളൊരു ധാരണ വേണം. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു. ഇതൊന്നുകൂടെ അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇട്ടില്ല കുഴപ്പമില്ല. നമ്മൾ നാരങ്ങ പിഴിയും അല്പം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി തവി വെച്ചിടാം. നമ്മളത് വീണ്ടും എടുക്കുന്നു. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയി കഴിഞ്ഞു. എന്നും ദിലീപേട്ടൻ വന്നിരുന്നെങ്കിൽ എൻ്റെ ഈ ടീമിലേക്ക് കൂട്ടിയാലോ എന്നൊരു ആലോചന ഇല്ല. സ്ഥിരമായിട്ടും കൂടാ അതിന് പ്രശ്നമില്ലല്ലോ അല്ലേ? ഉണ്ടാക്കണോ? ആഹാരത്തിൻ്റെ കാര്യത്തിലല്ലേ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഉറപ്പായിട്ടും. എനിക്ക് അങ്ങോട്ട് തരാം, എനിക്കുള്ള അറിവ് വേണ്ട കേട്ടോ. പാചകത്തിൻ്റെ കാര്യത്തിലല്ലേ? ഇവിടെ പലരും പറഞ്ഞു അഞ്ജന ഭയങ്കര വാചകമാണ്. അല്ല, അതിപ്പോ ആ ചേട്ടൻ വന്ന് പറഞ്ഞു സൗണ്ട് കൂടുതലാണ്. മാത്രമേ ഈ ഫ്ലോറൊന്നും ഒരു വിചാരമൊന്നും വേണ്ട, അതുകൊണ്ട് പതുക്കെ സംസാരിച്ചു. നമ്മളെ സാധനങ്ങളുടെ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഇതാണ് പ്രൊഫഷണലിസം. അല്ല, ഞാനിവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ എൻ്റെ സൗണ്ടൊന്നും ഇവിടെ കേൾക്കാറില്ല കേട്ടോ. ഇപ്പൊ ചേട്ടനെ കൂടെ കണ്ടപ്പോൾ ഈ വീട്ടിലാന്ന് തനി സ്വഭാവമൊക്കെ പുറത്തു വേണ്ട. അത് വളരെ ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അതെ, എന്തിനകത്ത് കിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല ചേട്ടാ. നമ്മള് മഷ്റൂം ഫ്രൈഡ് റൈസിനുള്ള മഷ്റൂം ചെറുതായിട്ടൊന്ന് വേവിക്കണം അല്ലേ? ആദ്യം വെള്ളം ഒഴിക്കണം. ഇച്ചിരി വെള്ളം ഒഴിക്കുക. മതിയോ? മതി. അതിനകത്ത് പിന്നെ മഷ്റൂം കുറച്ച് ബട്ടൺ മഷ്റൂം അല്ലേ? അതെ, ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു. മതി. അപ്പോൾ ഇനി അതൊന്ന് വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്യണം. ബാക്കി നമ്മൾ റൈസ് റെഡിയായി. ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. കൂണുങ്ങളുടെ അല്ലേ മഷ്റൂം റെഡിയാക്കി എടുത്താൽ അതെ. ഈ ചിക്കന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഡൈല്യൂട്ട് മനസ്സിലായല്ലേ? ചിലതൊക്കെ നാക്ക് കൊടുക്കുന്നതാണെങ്കിൽ പറയണ്ട. നാക്ക് പൊടിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കാറുണ്ട്, എന്നാലും നാക്ക് കൊടുക്കുമല്ലോ, മനുഷ്യനല്ലേ? അതെ, കുറച്ചുകൂടി ഒഴിച്ചു.
വെള്ളത്തിലിട്ട് വേവിക്കുന്നത് എന്തിനാ? അല്ലാണ്ട് നമ്മൾ അല്ലാതെ വാട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസിൻ്റെ കൂടെ റൈസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞല്ലോ, അല്ലാതെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം വൈറ്റ് പെപ്പർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ റൈസ് എടുത്ത പോലെ തന്നെ കുക്ക് ചെയ്യാം. അല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. പാകം ചെയ്താൽ മാത്രം അപ്പോൾ നമ്മൾ വലിയൊരു പാൻ വെച്ചു. അപ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിലാണ്. ഓക്കെ, കണ്ടോ, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഒന്ന് ചൂടാവട്ടെ. വെജിറ്റബിൾസ്, അതായത് ബീൻസ്, എല്ലാം കൂടെ ഇടരുത്. ഞാൻ കുറച്ച് ഇടണം. ക്യാബേജ്, ഇത് മൂന്നും നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് എന്താ പറയുക, വേവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടി. തീ കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് വാടി കിട്ടുക. എന്നാലും അതിൻ്റെ ഒരു ആ പച്ചപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കണം. അതാണ് എൻ്റെ ഒരു ഓക്കെ. ഒന്ന് ഇളക്കി നിങ്ങളെല്ലാവരും ഫ്രൈഡ് റൈസ് കഴിക്കുന്നതല്ല, അതിൽ പച്ചക്കറി എപ്പോഴും പിന്നെ കടിക്കാനായിട്ടല്ലേ, ക്രിസ്പി ആയിട്ട് വഴറ്റി കൊടുക്കാം. ഇത് സെലറിയും സ്പ്രിംഗ് ഓണിയനും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മതി അല്ലേ? അതിനകത്ത് നമ്മൾ കൂണ് നമ്മൾ വേവിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഭയങ്കര ചെറുതാണ്. മഷ്റൂം ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇടുവാണ്. ക്യാബേജ്, എന്താണ്, ക്യാരറ്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ റൈസ് കുറച്ചിട്ട് കൊടുക്കണം. ഇളക്കി കാണും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ആവണം. വെജിറ്റബിൾസ് എല്ലാം കൂടെ. പലരും നമ്മളെ പിന്നെന്താണ് പിന്തിരിപ്പിക്കാനും ഞങ്ങളെ പലരും ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാലോ? നോക്കിക്കോ. വേണ്ട, ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരിക. മതി ഒരുപാട് വേണ്ട. നമുക്ക് ചേർക്കാനുള്ളത് ഒരല്പം ഫ്ലേവറിന് വേണ്ടി മാത്രം. കുറച്ച് മതി, അധികം ഇടണ്ട. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ സോയാ സോസ് ഇടുന്നോണ്ട് അതിലൊരു ഉപ്പ് ഉണ്ടാവും അല്ലേ? ഉപ്പ് വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ടേസ്റ്റ് അറിയാം. വൈറ്റ് പെപ്പർ ക്രഷ് ചെയ്തൊരു കുറച്ച്. വൈറ്റ് പെപ്പറാണ് കുറച്ച് നല്ലത്, കാരണം ബ്ലാക്ക് പെപ്പർ ആകുമ്പോൾ ഇച്ചിരി കത്തിരിക്കും അല്ലേ? അതെ. ഓക്കെ, മതി, നിർത്തി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിടാം. അതിനോട് ഒരു എന്താ പറയുക, ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ഒരു അല്പം, എന്നാലും അതിൻ്റെ ഫ്ലേവർ ശരിക്കും പുറത്ത് വരുള്ളൂ. കിട്ടണമെങ്കിൽ അതിന് ശരീരത്തിന് പിന്നെ ദോഷകരമല്ലാത്ത രീതിയിലുള്ള ചെറിയ, വളരെ ചെറിയ ഫ്ലേവർ വേണ്ടി ഒരു പിഞ്ച് ഇട്ടിട്ടുണ്ട്. ഫ്ലേവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിഞ്ചും കൂടെ ഇടാം. ഒരുപാട് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ടാണ് പിന്നെ അത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചത്. കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടി ഇടാം. എരി ആവശ്യമുള്ളത്. നമ്മുടെ റൈസ് റെഡി അല്ലേ? മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി എന്ത് അവസ്ഥയായി എന്നുള്ളത് ജഡ്ജസ് വന്നാലേ അറിയാൻ പറ്റും. നമ്മുടെ ഒരു കഴിവിൻ്റെ അനുസരിച്ചല്ലേ, അത് അങ്ങനെയല്ല കേട്ടോ, സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, അത് പറയാൻ പാടില്ല. നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അതെ. ഇനി നമ്മൾ ചില്ലി ചിക്കൻ നമ്മൾ എണ്ണ ചൂടായി. സവാള സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടുവാണേ. ഇത്തിരി കുറച്ച് വെച്ചോ, മതി, ഇത്രയും തീ മതി. പച്ചമുളക് കിട്ടും. പച്ചമുളക് ചോപ്പ് ചെയ്ത പച്ചമുളക്, വെളുത്തുള്ളി വേണം.
മിക്സ് ചെയ്തിട്ടോ, കുറച്ചുകൂടെ വേണം. സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇങ്ങനെ സൈഡായിട്ട് അരിഞ്ഞിരിക്കുന്നത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ചെറുതായിട്ട് കുറച്ച് മതി അല്ലേ? കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം, അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കൂടി. ആ, ഇഞ്ചി നന്നായിട്ട് കടിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ്ഫുള്ളായിരിക്കും. വല്ലാണ്ടങ്ങ് മൊരിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് സോട്ടായാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇടാം. തീ കുറച്ച് വെക്കണം എപ്പോഴും, വളരെ വളരെ കുറച്ച് വെക്കണം. ലേശം ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ. ഓക്കെ ഓക്കെ. കാരണം സോസൊക്കെ ഇടുന്നോണ്ട് കുറച്ചിട്ടാൽ മതി, വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഇത് നല്ല ചൂട് എണ്ണയിൽ കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് എരിവ് കൂടാൻ പാടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരിവ് കൂടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. നമ്മൾ ഗ്രീൻ ചില്ലി ഒരൽപ്പം ചേർക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസ് ചേർക്കുവാണ്. നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം അതെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ സോസ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കുറേശ്ശെ ചേർത്താൽ മതി. ഓക്കെ, കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർത്തു. നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ സോസ്. ഒരുപാട് വേണ്ട, എനിക്ക് ടൊമാറ്റോസ് ഭയങ്കര വീക്ക്നെസ്സാണ്. അത് നമ്മൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. ഇതിൽ നമുക്ക് നമ്മുടെ വേവിച്ച് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുവാണേ. ജസ്റ്റ് ഒരുപാട് ഇളക്കണ്ട, കുറച്ചൊന്നും ഇളക്കിയുള്ളത്. അത് ചേട്ടൻ തന്നെ ചെയ്താൽ മതി, ഞാൻ ചെയ്ത ചെമ്പ് പൊടിഞ്ഞു പോകും. നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ആക്കാം. അത് മതി. അത് ഓക്കെ ഓക്കെ. അതിനകത്തേക്ക് സ്റ്റോക്കിന് മുമ്പ് ഒരു സാധനം ചേർക്കണം. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മൈദ, കോൺഫ്ലവർ, മുട്ടയുടെ വെള്ള ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വറുത്തിട്ടാണ് സാധാരണ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ വറുക്കാണ്ട് നേരിട്ട് അപ്ലൈ ചെയ്താണ് വേവിച്ചിട്ട് മുറിച്ച് വെച്ചത്. കുറച്ച് കോൺഫ്ലവർ ചിക്കൻ സ്റ്റോക്കിൽ മിക്സ് ചെയ്തതാണ്. കുറച്ച് ചിക്കൻ സ്റ്റോക്ക് താഴെ ഇരിക്കണം, കുറച്ച് നേരിട്ട് ഡൈലൂട്ട് ചെയ്ത് ഇതിനകത്ത് കുറച്ച് ഈ ചിക്കൻ സ്റ്റോക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഒഴിക്കുവാണ്. ഓക്കെ 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 മതി. ഒരു സെമി ഗ്രേവി ടൈപ്പ് അല്ലേ? ഇതിനകത്തേക്ക് നമ്മൾ ഇത് കോൺഫ്ലവറിൽ ചിക്കൻ സ്റ്റോക്ക് ഡൈലൂട്ട് ചെയ്തതാണ്. നമ്മൾ ഒരുപാട് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, പെട്ടെന്ന് ഇതാവും, ഒന്ന് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ 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 ഓക്കെ. ഇല്ലില്ല, അല്ല ഇനി ഓഫ് ചെയ്തോളൂ. ഒരുപാട് ഇതാക്കാൻ പാടില്ല, കാരണം നമ്മളിത് ചെയ്തേക്കണോണ്ടേ. കോൺഫ്ലവർ ഇട്ടുണ്ട്. മഷ്റൂം ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്, ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെമി ഗ്രേവി ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തരാം. അതെ, ഓക്കെ. ഫിനിഷിംഗ് സ്റ്റേജിലാണല്ലേ? അതെ, ഗാർണിഷിംഗിലാണ്. നിങ്ങൾ ടൈം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്? അഞ്ചര എപ്പോഴും ടൈം കീപ്പ് ചെയ്യുന്ന ആളാണ്. കൂടെ വന്ന ആള് മോശമല്ലാന്ന് മനസ്സിലല്ലോ. ഫ്രൈഡ് റൈസ് ചിക്കൻ അത് നമ്മൾ ഫ്രൈ ചെയ്ത് ബാറ്റർ ഫ്രൈ ചെയ്യാതെ നേരിട്ടുള്ള സന്തോഷം. എല്ലാവരും അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടാകണം, നമ്മൾ ഒന്ന് മാറ്റി ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഇത് നല്ലത് അല്ലേ? കുറച്ചുകൂടെ ഇത് നല്ലത്. മാത്രമല്ല മറ്റേ കോട്ടിങ്ങിന് പറ്റിയെല്ലാം കൂടെ പോകും, അകത്തോട്ട് അങ്ങനെ കറക്റ്റ് വരില്ല. ഇതാ സോസ്, ഓയിലും കുറവായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ദിസ് ഇസ് എ ബെറ്റർ ഐഡിയ. ഇതാണ് നല്ലത്. ഓക്കെ.